ഈ രേണു സുധിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേയധികം നെഗറ്റീവായിട്ട് രേണു സുധിയെ ആ ഒരു തരത്തിൽ കാണുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് രേണുവിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു നില കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ചേഞ്ച് ആയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ട് പറയുന്നവരും ചിന്തിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇനി എത്ര ശത്രുവായാലും ഒരു അസുഖം ആ ഒരു തരത്തിൽ അവരിപ്പോൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു വ്യക്തിയെ വെറുതെ വിടാതെ വേട്ടയാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് തരത്തിലുള്ള നീചമായിട്ടുള്ള മനസ്സായിരിക്കും അത് ചെയ്യുന്ന വ്യക്തികളുടേത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അതിൽ ഒരാളാണ് ഈ ചെയ്തു വച്ചിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. എന്ത് തരം ചെറ്റത്തരമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. കുറച്ചെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ ഈ ഒരു തരത്തിൽ കാണിക്കുമായിരുന്നു. പരമ കഷ്ടമെന്ന് മാത്രമേ പറയാവൂ. അമ്മാതിരി ഊളത്തരമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയാം. ഇത് ചെയ്തവൻ ഏതവനായാലും അത്രത്തോളം ഒരു ദുഷിച്ച മനസ്സുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ള ചെയ്തുകൾ ചെയ്തു വയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അവർ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നിരവധി സിറ്റുവേഷനെങ്കിലും മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത്. അതുപോലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ അവരെ അങ്ങേയറ്റം വിമർശിച്ചോ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് തരം മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ. മലയാളികൾ എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, മലയാളികൾക്ക് മനസ്സ് ആ ഒരു ഇതാണ് മറ്റതാണെന്നൊക്കെ തള്ളൽ കുറേയധികം ഉണ്ട്. പക്ഷേ എന്താണ് റിയാലിറ്റി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തോന്നാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. മനുഷ്യരാണ്. നാളൊരു സമയം എന്ത് സംഭവിക്കുമെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ അവർ തന്നെ കാണുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ, സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതുപോലുള്ള ചെറ്റത്തരം കാണിക്കുന്നത് ആരായാലും അവരൊട്ടും നല്ലവരായിട്ടുള്ള വ്യക്തിയല്ല എന്നുള്ളത് 100% എടുത്തു പറയാൻ പറ്റും. കാരണം സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഓരോന്ന് സംസാരിക്കാനില്ല, സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നിൽക്കണം. അതായത് എന്തിനും കുറ്റം മാത്രം, എന്തിനും നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മനുഷ്യനാവത്തില്ല. കുറച്ചൊക്കെ ഒരു മനസാക്ഷി ഉണ്ടാവണം, കുറച്ചൊക്കെ ഒരു ദയ ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ഒരു വ്യക്തി ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അവരെങ്ങനെ പോട്ടെ, അതാണ് ഇതാണ് എന്നുള്ള തരത്തിലോട്ട് ചിന്തിച്ചിട്ട് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് മാത്രമേ പറയാവുള്ളൂ. നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ കാണണ്ട, കേൾക്കണ്ട. വേണമെങ്കിൽ അവരുടെ അക്കൗണ്ട് തന്നെ കയറി ബ്ലോക്ക് ചെയ്തിട്ട് പോവാം. പക്ഷെ സപ്പോർട്ട് ചെയ്യണ്ട. ഈ ഒരു സാഹചര്യത്തിൽ പോലും അവരെ ഇതുപോലെ നെഗറ്റീവ് അടിക്കാതിരുന്നൂടെ ശരിക്കും പറഞ്ഞാൽ. നെഗറ്റീവ് അടിക്കുന്നവർക്ക് പോലും ഒരു മാന്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ത് തരം മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയാണോ മനുഷ്യന്മാർ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. ഇവരെയൊന്നും ശരിക്കും പറഞ്ഞാൽ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ കൊള്ളത്തില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.